ടോപ്പ് 10 റിവ്യൂ ചാനൽ ബിഗ് ബോസ് എന്ന ഷോയിലെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. റംസാൻ കരീം, എല്ലാവർക്കും ഒരു റമദാൻ ആശംസകൾ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഇത് സീസൺ 5 ലൈവ് അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ പറയുകയാണ്. ബാക്കിയും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഏകദേശം നമ്മൾ പറയാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് കണ്ടന്റിൽ പ്രധാനപ്പെട്ടതാണ് ജയിൽ നോമിനേഷൻ. ജയിൽ വോട്ട് ചെയ്ത് ഒരാളെ പറഞ്ഞയക്കുക. അപ്പോൾ രണ്ടാളാണ് ജിറ്റോവും രതീഷും ജയിലിലേക്ക് പോകാനുള്ള വോട്ട് സെലക്ഷൻ. ഒന്നാമത് രതീഷും രണ്ടാമത് ജിറ്റുവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജയിൽ നോമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടിയുടെ പൂരമായി. രതീഷ് അങ്ങോട്ട് ചൊറിയുമെങ്കിലും ഇങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ഗെയിം കളിയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. വളരെ ക്രൂഷ്യലായി എല്ലാവരും കൂടി സുരേഷിന് കൂടെ നിന്ന് രതീഷിനെ ആക്രമിക്കുന്ന ഒരു ഗെയിം പ്ലാനിങ്, ഒരു അറ്റാക്ക് പ്ലാനിങ് നടക്കുകയുണ്ടായി. സുരേഷ് പറയുന്ന മണ്ടമായ തീരുമാനം, ചിന്തിക്കാതെടുത്ത തീരുമാനം, അതായത് അങ്ങോട്ട് ചെയ്ത പ്രതികാരം ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുന്ന, അപ്പോൾ അപ്പുറം ഇപ്പുറം രണ്ടുപേരും ഒരുപോലെയാകുന്നു എന്നൊരു കണ്ടന്റ് പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ്. അതായത് അവർ ചെയ്ത് തന്നെ ഇവർ ചെയ്യുമ്പോൾ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞ് ഗേ എന്നൊക്കെ പറഞ്ഞ് ഒരു നാണം കെട്ട ഒരു കണ്ടൻ്റായിപ്പോയി മാറി. ഇത്രയും അധപ്പതിച്ചു, ഇത്രയും വേണമായിരുന്നു. ബിഗ് ബോസിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ അടിപിടി കൂടിയാൽ ബിഗ് ബോസ് എന്നതിൻ്റെ റൈറ്റിങ്ങിന് ബാധിക്കും. ബിഗ് ബോസ് വളരെ കലിപ്പാണിപ്പോൾ. കലിപ്പനായ ബിഗ് ബോസിനെ നമ്മൾ കാണുന്നു. എന്തിനും ഏതിനും പ്രതികരിക്കാത്ത പഴയ ബിഗ് ബോസ് അല്ല, ഏതിനും ഏതിനും ചുട്ട മറുപടി കൊടുക്കുന്ന നല്ല പ്രതികരണമുള്ള ബിഗ് ബോസ് സീസൺ 6. അത് നന്നായി. പക്ഷെ ഒന്നുമില്ല പറയാതെ മിണ്ടാതിരിക്കുന്നതാണ്. പക്ഷെ ചന്ത പരിപാടിയായി, ചന്തയാണോ എന്ന് വരെ ചോദിക്കേണ്ടി വന്നു. നിവൃത്തിയോടുകൂടി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചിനും കയ്യാങ്കളിയില്ല. വായ കൊണ്ട് പറയുക, ബുദ്ധി കൊണ്ട് കളിക്കുക, ഗെയിം ഒന്നാമനാകുക. ഈ ഒരു സ്ട്രാറ്റജി പവറൊക്കെ മാറ്റും. പക്ഷെ കയ്യാങ്കളിയും തൊട്ടതിനും പിടിച്ചതിനൊക്കെ അലമ്പുണ്ടാക്കിയാൽ ബിഗ് ബോസ് എന്ത് റേറ്റിംഗ് നിലപാടെടുക്കും? ശരിയാണ്, ബിഗ് ബോസിലുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണത്. ഈ സീസൺ 6 മുഴുവൻ പേരും ഒരുമിച്ച് ബുദ്ധി ഉപയോഗിച്ച് പ്രയോഗിക്കേണ്ടതാണ്. ആരും നമ്മൾ വിജയം തീരുമാനിക്കും. ഇതുവരെ ഒരു ഹീറോയും ഇപ്പോൾ ഒരു ലവ് ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രഭുവിലും ജാസ്മിനും. അതുമാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസിന് ആദ്യമായി കിട്ടുന്ന ഒരു കണ്ടന്റ്. അടുക്കളയിൽ യമുനാറാണി മിടുക്കുമായി പോകുന്നു. അർജുൻ സീസൺ 6 ആദ്യത്തെ ക്യാപ്റ്റനാകുന്നു. ആ ക്യാപ്റ്റൻസി പാഴ്ചകൾ പറ്റും. ഒന്നിനും പ്രതികരിക്കാതെ ഉണ്ടാകുന്ന ചെറിയ അപാകതകളായി അർജുനും മുന്നോട്ട് പോകും. പക്ഷേ രതീഷ് ഓരോ കാര്യങ്ങളും ചൊറിച്ചലോടെ അത് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അതും ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. ബിഗ് ബോസിൽ മിണ്ടാതിരിക്കുക എന്നൊരു നല്ല കാര്യം. പക്ഷേ ബിഗ് ബോസിൻ്റെ രതീഷ് കുമാറിൻ്റെ കളിയിൽ അപാകതകളിൽ ചെറിയ ഫാൾട്ടുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന ഫാൾട്ട് സീസൺ 5 രതീഷിനെതിരെയല്ല. സുരേഷ് എന്ന ഭ്രമരത്തിൽ അഭിനയിച്ച അയാളുടെ കൂടെ നിന്ന് ബിഗ് ബോസിലെ പലരും താഴേക്ക് പോകും. അവർക്ക് വോട്ട് കുറയാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇങ്ങനെയാണ് പ്രകടനമാകുന്നത്. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കളി നോമിനേഷൻ? അതായത് കളിയുടെയും ഗെയിമിൻ്റെയും നിയമങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് അടിപിടി തുടങ്ങി. എന്നിട്ട് സീക്രട്ട് റൂമിൽ പോയിട്ടും അവിടെയും സംസാരത്തിന് ഒരു തീർപ്പില്ല. അവിടെയും സംസാരിച്ച് സമയം കളയുകയാണ്.
എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? ആർക്ക് വേണ്ടി? വെറുതെ സമയം കളിയുക. ഇതിൻ്റെ പേരിൽ തൊട്ടതിനെയും പിടിച്ചതിനെയും മാത്രമാക്കി മറ്റൊന്നും കൊണ്ടുവരാത്ത വെറും ഒരു പ്രേക്ഷകർക്ക് ഒരു കണ്ടൻറ്റും ഒരു കാണിക്ക പോലും ഇല്ലാതാക്കുന്ന ഒരു പ്രയോഗമായി. ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെയല്ല നമ്മൾ സീസൺ 6 മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റലും ഒരു മാറ്റലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വെറും ഷോ ആണ്. ഷോ, റിയാലിറ്റി ഷോ ആയിട്ട് മാറി. ഇത് വെറും ഷോ മാത്രമായി മാറി. എന്തിനു വേണ്ടി ഇതൊക്കെ? ആരെ കാണിക്കാൻ? എന്തിനു വേണ്ടി? ബിഗ് ബോസ് തന്നെ ഒന്ന് ചിന്തിച്ചില്ല. ഇവരെ പോലുള്ളവരെ സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തതയുടെയും കാര്യബോധത്തിൻ്റെയും ബുദ്ധിയുടെയുമാണ് പ്രേക്ഷകർ സെലക്ട് ചെയ്യുക. സാധാരണക്കാരനായ കോർണർ പോലും അബദ്ധത്തിലൂടെയാണ് പറയുന്നത്. നല്ല വീട്ടമ്മയായാലും നല്ലൊരു ട്രാവൽ ബ്ലോഗറായാലും അവിടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാമൂഹിക ബോധം വേണം. ഈ വ്യക്തികളൊക്കെ വേണം. അവിടെയുള്ളവർക്ക് പുറത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെയാണ് ചിന്ത, ഇവിടെയുള്ള കാര്യങ്ങളല്ല. ബിഗ് ബോസിൻ്റെ കളികളല്ല കാര്യം. അവിടെ വിന്നറാകുക എന്നല്ല കളി. അവിടുത്തെ ആത്മാർത്ഥതയും പ്രകടിച്ച് പുറത്തുള്ള കണ്ടതിന് അകത്തിട്ട് ചളിയാക്കി. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇതൊക്കെ? ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാര്യം. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ലവ് ടാക്ക് പോലും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് ഒരു കണ്ണിയുമില്ല. ഇങ്ങനെയുള്ള പ്രകടനങ്ങളെ ഒരിക്കലും ബിഗ് ബോസ് അംഗീകരിച്ച് സാധിക്കില്ല. കാരണം ലവ് പോലുള്ള കാര്യവും ചെയ്യുമ്പോൾ ഈ ഗേ ഒക്കെ ആയിട്ട് മാറിയിട്ട് എന്ത് പ്രശ്നവും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തിനീ സീരിയസ് ആക്കുന്നു? ഇതൊക്കെ ഈസിയാക്കി മാറ്റി ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകർ എന്നവർക്ക് വോട്ട് കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കണ്ട. നിങ്ങളുടെ വോട്ട് കുറയും, നിങ്ങൾ താഴോട്ടേക്ക് പോകും എന്ന് മാത്രമേ ചിന്തിക്കൂ. അതിൻ്റെ ഉള്ളിലുള്ളവരോട് പറയാനാണ് നമുക്ക് പറയാൻ ഇത്രയേ കഴിയും. വോട്ട് കൊടുക്കണമെങ്കിൽ അതിലൊരു നേരിയ ഈ പ്രാവശ്യം ആരെയും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഹീറോയും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഒരു ഫാനും നമുക്ക് കിട്ടിയിട്ടില്ല. അഖിൽമാരാകെ പോലെയോ റോബിൻ പോലെയോ ആരെയും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ തന്നെ ചോദിക്കും. വൈ? എന്താണ് പ്രശ്നം? എന്തുകൊണ്ട്? വാട്ട്? പറയൂ. ഇവിടെ തീരുമാനം നല്ല സെലക്ഷനാണ്. ആർക്കും അബദ്ധം. നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കളി കളിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ കപ്പ് കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോഴും ഇരിക്കുന്നില്ല. അർജുനനായാലും രതീഷായാലും സിജു ആയാലും നിലപാടുകളിൽ മാറ്റി 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 കളിച്ച് അവിടെ കളി മാറ്റാൻ ശ്രമിക്കാം. 5ാം സീസണിൽ തന്നെ പരിക്കൽ സ്വഭാവമാണ്. എന്തിനിങ്ങനെയൊക്കെ കളിക്കുന്നു? രതീഷ് കുമാറിനെ ഒറ്റക്കിട്ട് വേട്ടയാടി ഇന്നലെ ഒരു കളി കളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്ത് മഹിമയാണ്! എന്ത് ജയിലിൽ ഒപ്പം കടന്നവൻ തന്നെ ഇങ്ങനെ കാണിക്കുക. എന്തിന് ഒരാൾ മാത്രം പണ്ട് രജിത് കുമാറിനെ വേട്ടയാടിയതുപോലെ വേട്ടയാടുന്നു? ഒന്ന് തന്നെ പറഞ്ഞ് വെറുപ്പിക്കും. എന്തിനും ഒച്ചയും സൗണ്ടും ഇല്ലാതാക്കി ബാക്കിയുള്ള സമയങ്ങളും 100ാമത് ദിവസം വരെയുള്ള ടൈമുകൾ എന്തിന് കളയുന്നു? ബിഗ് ബോസ് എന്നൊരു ടാലൻറ്റ് ഷോയിൽ എന്തുകൊണ്ട് ഇങ്ങനെ മണ്ടത്തരം ചെയ്യുന്നു? ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കണം. ഇനി വരുന്ന എപ്പിസോഡ് ശക്തമായി ചോദിച്ച് ബിഗ് ബോസിൻ്റെ പരാതികളും എല്ലാം കുറിച്ചെഴുതി അവിടെ ഈ ടീമിനെ മൊത്തത്തിൽ ഉപദേശിക്കില്ല, മൊത്തത്തിലൊന്ന് ശകാരിക്കെങ്കിലും വേണം. വെറുതെ ഒരു ഇളിച്ച ചിരിയും ചിരിച്ച് പുറത്തേക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇനി ആഴ്ചയിൽ വന്ന് വെറുതെ കൗണ്ടർ അടിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു ഷോ ആക്കാൻ മാറ്റരുത്. ബിഗ് ബോസ് സീസൺ 6 എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ചിന്തിക്കണം. 2 ദിവസമാണ് ലാലേട്ടൻ വരുന്നത്. ഈ 2 ദിവസം തമാശ കൊണ്ടൊരു പുരപ്പറമ്പാക്കരുത്. കാര്യത്തോടക്കുന്നത് ബോധത്തോടെ. ഈ ഇത്തിരി ചീപ്പായ വേർഡുകൾ സംസാരിക്കാനുള്ള വേദി ബിഗ് ബോസ് അല്ലെന്ന് മനസ്സിലാക്കുക.
രതീഷായാലും നാഗായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സപ്പോർട്ട് നമുക്ക് കൊടുക്കില്ല. എല്ലാവരും അതുപോലെ തന്നെ ചിന്തിച്ച് നടന്നാൽ പിന്നെ എങ്ങനെ ബിഗ് ബോസിലെ കാര്യബോധം ഉണ്ടാകും? അതുകൊണ്ട് നാച്ചുറലായി ചിന്തിച്ച് നോർമലായി ചിന്തിച്ച് നോർമലായി ആര് മത്സരിക്കുന്നു, പവറായി ആര് നിൽക്കുന്നു, പവർ ടാസ്കിന് വേണ്ടി എന്ത് രീതിയിലുള്ള ഡെഡിക്കേറ്റ് ചെയ്യണം ഒക്കെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തീരുമാനിച്ച് അവിടെ വിന്നറാകാൻ അവിടെ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കി റേഷനും മൊത്തം നമ്മുടെ കൈകളിലാക്കാനുള്ള മനബുദ്ധി, മത്സരബുദ്ധി അവിടെ ഉണ്ടാക്കണം. ബിഗ് ബോസ് എന്നത് ചരിത്രമാക്കണം. ഇവിടെ 6ാം സീസണിൽ തന്നെ ഇങ്ങനെ അപാകതകൾ കൊണ്ടുപോയാൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ എന്ത് സീസണൊക്കെ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും? എല്ലാവരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മലയാളം സീസൺ ബിഗ് ബോസ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. തുടരും എന്നല്ലാതെ മാറ്റങ്ങൾക്കിവിടെ എത്തില്ല. ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പ്രവർത്തിക്കുക തന്നെയാണ്. പറച്ചിൽ കൊണ്ടൊന്നും ഈ ബിഗ് ബോസ് ഒന്നും പോകും. എന്തെങ്കിലും ഒരു ഉൾട്ട സംഭവിക്കണം, വലിയ അടി കൊടുത്താലേ ചെറുതെങ്കിലും നന്നാവും. കാരണം ഇത് ഇങ്ങനെയൊക്കെ പോയ ബിഗ് ബോസ് കാണുന്ന ഭാഷകൾ മണ്ടന്മാരാണ്. അവർക്കൊന്നും കിട്ടി ക്രിയേറ്റിവിറ്റിയായി ചിന്തിച്ച് ക്രിയേറ്റിവിറ്റിയായി ബിഗ് ബോസിനെ കാണാൻ പറ്റും. അതാണ് ബിഗ് ബോസ് 2024 ചേഞ്ചസ് ഉണ്ടാക്കാം. മാറ്റങ്ങൾ അനിവാര്യമാണ്. ബിഗ് ബോസ് സീസൺ 6